ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ നിന്ന് നന്ദുവും അതുപോലെ നവീനും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ കോടതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ നവീൻ ഇങ്ങനെ പറയൂ കേട്ടോ. ഇപ്പോൾ പേടിയൊക്കെ മാറിയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്ദു ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ കാര്യം കോടതിയിൽ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടും നന്ദുവിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്താണെന്നൊക്കെ നവീൻ ചോദിക്കുക. അപ്പോൾ ഞാൻ അവനോട് കാണിക്കുന്ന ആത്മാർത്ഥത അവൻ എന്നോട് തിരിച്ച് കാണിക്കുന്നുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട്. മാസങ്ങൾക്ക് മുന്നേ ഞാൻ നന്ദുവിനോടുള്ള ഇഷ്ടം അവനോട് പറഞ്ഞതാണ്, പക്ഷെ അവനത് നന്ദുവിനോട് പറഞ്ഞിട്ടില്ല. അവൻ എന്നോട് തീരെ ആത്മാർത്ഥത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവീൻ ഇങ്ങനെ പറയുന്നു. പിന്നെ അവനോട് ഞാൻ അന്നത് പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് പറയാതിരുന്നതും അബദ്ധമായിപ്പോയെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ നവീൻ നന്ദുവിനോട് പറഞ്ഞു. നന്ദു ആണെങ്കിലൊന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുക. ഇക്കാര്യം നവീനേട്ടൻ്റെ വീട്ടിലാരും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അതാണ് പ്രശ്നം. അപ്പം നവീനേട്ടൻ്റെ അമ്മ എതിർക്കുകയാണെങ്കിൽ നവീനേട്ടന് ഇതനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് നന്ദു ചോദിക്കാം. അപ്പം അമ്മയുടെ എതിർപ്പൊന്നും ഇനി എനിക്കൊരു വിഷയമേ അല്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് അവളുടെ വീട്ടുകാരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക വേണ്ടതെന്ന് നവീൻ പറയുവാണ്. അപ്പം നിൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പം എനിക്ക് കേൾക്കാൻ മോളെ. എന്തായാലും അനിയെ നിനക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല, അതിനുള്ള അവസരവും തരുന്നില്ല. രണ്ടിനെയും കുറച്ചുകൂടി ടെൻഷൻ അടുപ്പിക്കട്ടെ എന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നവീൻ മനസ്സിലിങ്ങനെ പറയാം. അല്ല, അപ്പോഴേ നമുക്ക് ഇനി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേന്ന് ചോദിച്ചു. എന്തിന്? എന്തിനെന്നോ? അനിയുടെ ഡിവോഴ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അവൻ സ്വതന്ത്രനല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവനെ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോഴും നന്ദുവിന് ടെൻഷനായി. അപ്പോൾ അവന്തിക്ക് എന്തായാലും അവർ വേണ്ടതും പറഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് വേണം, അവന് വേണ്ടി നല്ലൊരു ബന്ധം ആലോചിക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവീൻ അനന്തപുരിയിലെ പയ്യനല്ലേ, അതുകൊണ്ട് നല്ല കുടുംബത്തിൽ നിന്ന് അവന് പെണ്ണ് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. അതൊക്കെ നവീനേട്ടൻ തന്നെ എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് നന്ദു. അതവനോട് പറയണം. ഇപ്പം നവീനേട്ടൻ സന്തോഷത്തിലാണ്. പക്ഷേ കാര്യങ്ങൾ അറിയുമ്പോൾ എത്രയും ഞങ്ങളോടൊക്കെ നീതി പുലർത്തുന്ന നവീനേട്ടൻ്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് നന്ദു മനസ്സിലാകുമ്പോൾ ചിന്തിക്കുന്നു. അപ്പോൾ എന്തോ ഒരു വലിയ സന്തോഷം പോലെ എനിക്കെന്നും ഒരു പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ നവീൻ നന്ദുവിനോട് ചോദിക്കും. ഇതൊക്കെ കേൾക്കും തോറും നന്ദുവിന് ഭയങ്കര ടെൻഷനായിക്കൊണ്ടിരിക്കുക. നന്ദു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ പോകുന്നു. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. കോടതിയിലെ കാര്യങ്ങൾ എന്തായെന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പം നമ്മുടെ കൊച്ചുമോനെ കുടുംബ കോടതി ശിക്ഷിക്കുമൊന്നുമില്ലല്ലോ, അവൻ അനാമികയിൽ നിന്ന് മോചനം കിട്ടിയില്ലോ എന്ന് അറിഞ്ഞാൽ മതി. അതിപ്പോൾ അനി വന്നിട്ട് അറിയുന്നതല്ലേ നല്ലതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഇപ്പോൾ വാദമൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കും അല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അറിയില്ല, കോടതിയുടെ രീതികളല്ലേ. അപ്പം നവീൻ മിടുമിടുക്കനാ. എന്നിട്ടും അനി എന്തുകൊണ്ടാണ് അവനെ ഇടയ്ക്ക് ഇങ്ങനെ സംശയിച്ചേ എന്നും പറഞ്ഞ് ഇവരിയ്ക്കുമ്പം ദേവയാനി വരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ, രണ്ടാളും ഇപ്പോൾ സ്നേഹിക്കുന്നത് ഒരു പെണ്ണിനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അനി എൻ്റെ സ്വന്തം കൊച്ചുമോനെ, നവീനാണെങ്കിൽ എൻ്റെ കൊച്ചുമോനെ പോലെ തന്നെയാണ് താനും. നമ്മളെ കോടതിയിൽ രക്ഷിച്ചത് നവീൻ മോനല്ലേ ദേവേ. അപ്പോൾ അനി ജയിലിലേക്ക് പോകാതിരുന്നതും നവീൻ്റെ കഴിവുകൊണ്ടല്ലേ എന്ന് മുത്തശ്ശി ദേവയാനിയോട് ചോദിക്കുന്നു. അങ്ങനെയുള്ളൊരു പയ്യനെ നമുക്ക് എങ്ങനെ നിരാശരാക്കാൻ പറ്റുമെന്നും ചോദിച്ചു. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ അനി, അവൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ് ഇതൊക്കെ സംഭവിച്ചതെന്ന് മുത്തശ്ശൻ പറയണം. അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവനിപ്പോൾ ഈ കാണിക്കുന്ന തൻ്റെ ഇടം അത് കാണിക്കണമായിരുന്നു എന്നും മുത്തശ്ശൻ പറയാം. എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് നന്ദു മതി എന്ന് പറയണമായിരുന്നു, അതവൻ ചെയ്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ട് നടത്തി കൊടുക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, അനാമിക അനി കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് നയനയോടും നയനയുടെ വീട്ടുകാരോടൊക്കെ എതിർപ്പായിരുന്നല്ലോ അച്ഛാ എന്ന് ദേവയാനി മുത്തശ്ശനോട് പറയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അനി ഇന്ന് കാണിക്കുന്ന തൻ്റെ ഇടം അന്ന് കാണിക്കാതിരുന്നതെന്നും പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്, അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നു. അനി വന്നപ്പം അയ്യോ മോനെത്തിയല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശിയൊക്കെ ഭയങ്കര ഇതായിട്ട് ആകാംക്ഷയോടെ നോക്കി ഇങ്ങനെ നിൽക്കുക വിവരം അറിയാനേ. അനി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ആദർശും നയനയും ഒക്കെ വന്നു വിവരം അറിയാനായിട്ട്. അപ്പോൾ അനിയുടെ മുഖത്തൊരു സന്തോഷവും ഒക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായിടാ മോനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അങ്ങനെ ഒരു തലവേദന ഒഴിഞ്ഞു പോയി, കോടതി ഡിവോഴ്സ് അനുവദിച്ചു എന്ന കാര്യം പറയാം. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ശ്വാസം നേരെ വീണത്. അയ്യോ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം നയനയ്ക്കൊക്കെ. അതുപോലെ തന്നെ ആദർശ് ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോടാ മോനെ
എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല എന്ന് അനി. എടാ ഇപ്പം എന്താടാ, നീ മുത്തശ്ശനെ കൊണ്ട് വരെ റെക്കമെൻഡ് ചെയ്യിപ്പിച്ചില്ലേ ഈ കേസ് ഫലം കാണത്തില്ല എന്ന് പറഞ്ഞിട്ട്? അപ്പം അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് മുത്തശ്ശൻ. നിനക്ക് ആ പയ്യനെ പോലും വിശ്വാസം ഇല്ലായിരുന്നല്ലോടാ. ആരെയും ചതിക്കില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് നയന ചോദിക്കുമ്പം അതിന്ന് മനസ്സിലായി. നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് കോടതിയിൽ നിന്ന് അനി പറയാം. അനാമികയെ സ്നേഹിച്ചൊരു പയ്യനുണ്ടായിരുന്നല്ലോ, സ്റ്റെഫിൻ. തെളിവിനായി അവനെ പോലും കോടതിയിൽ എത്തിച്ചു നവീൻ. അതാ ഒരു വഴിത്തിരിവായതെന്ന കാര്യമൊക്കെ പറയുമ്പം നഷ്ടപരിഹാരമൊന്നും കൊടുക്കേണ്ടി വന്നില്ലല്ലോ അല്ലേ മോനെ? അതിൻ്റെ ഒന്നും ഒരാവശ്യവും വന്നില്ല എന്നും കോടതിയിൽ കേസ് കഴിഞ്ഞപ്പോൾ വേണുവും മോളും കാല് പിടിക്കാനായിട്ട് വന്നെന്നും പറഞ്ഞു. ആ സമയത്ത് അവൻ്റെ കരണത്തൊന്ന് കൊടുത്തുകൂടായിരുന്നു നിനക്ക്? അപ്പോൾ വലിയൊരു ശിക്ഷ തന്നെ കിട്ടിയല്ലോ. പിന്നെന്തിനാ നമ്മളായിട്ട് കോടതി മുറ്റത്ത് വെച്ച് അടുത്തൊരു കേസ് ഉണ്ടാക്കുന്നതെന്ന കാര്യം ചോദിക്കാം. അപ്പോൾ അവനും അവൻ്റെ മോളും കൂടി മര്യാദ കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു. ഇവിടെ വെല്ലുവിളി ആയതുകൊണ്ടല്ലേ എന്ന് മുത്തശ്ശൻ. എന്തായാലും ആ മാരണം ഒഴിഞ്ഞു പോയല്ലോ, അത് മഹാഭാഗ്യത കരുതിയാൽ മതിയെന്ന് മുത്തശ്ശി അന്നേരം പറയാം. ഏട്ടത്തി ഒന്ന് വരുമോ എന്ന് ചോദിച്ച് നയനിയെ വിളിച്ചു. എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ഒന്ന് വന്നേ ഏട്ടത്തി, വാ ഏട്ടത്തി എന്ന് പറഞ്ഞ് അനി നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോന്നു. അപ്പം നയനയും അനിയും കൂടെ അങ്ങോട്ടേക്ക് പോയപ്പം കേസ് ജയിച്ചെങ്കിലും അനിയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു ദേവയാനി. കേസ് ജയിച്ചതിന് ശേഷം നന്ദുവായിട്ട് കല്യാണം നടത്തി കൊടുക്കണമെന്ന് ഇനി പറഞ്ഞോന്നറിയില്ല. അങ്ങനെ പറഞ്ഞാലും അതവന് കേട്ടല്ലേ പറ്റൂ. നവീനായി പോയില്ലേ? ഇത്രയൊക്കെ അവനെ സഹായിച്ച നവീനെ നമുക്ക് ആർക്കെങ്കിലും നിരാശപ്പെടുത്തി വിടാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അനിയും നയനയും കൂടെ അപ്പുറം നിന്ന് സംസാരിക്കുകയാണ്. ഏട്ടത്തിൻ്റെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നന്ദുമായിട്ട് ഒന്നിക്കാൻ എനിക്ക് തടസ്സവും കാര്യങ്ങളൊന്നുമില്ല. അതിനിപ്പോൾ വെല്ലുവിളി ആയിരിക്കുന്നത് എന്നെ ഇന്ന് കോടതിയിൽ നിന്ന് രക്ഷിച്ചതാണെന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നവും അതുതന്നെയാണ് അനിയെന്ന് നയന പറയാട്ടോ. നവീൻ മറുസൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാനും നന്ദു തമ്മിലുള്ള വിവാഹത്തിന് മറ്റാരെതിര് നിന്നാലും ഏട്ടൻ്റെ അടുത്ത് ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അതെന്താ ഇനി നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിനെന്ന് തന്നെയുള്ളത് ആഗ്രഹം. അതിനൊന്നും ഞങ്ങൾ എതിരുമല്ല. എന്നാൽ എൻ്റെ അച്ഛനോടും അമ്മയോടൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾക്കൊരാലോചന വരാത്ത സമയത്ത് പോലും അനിയുടെ കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നുവെന്നും ഇപ്പം പിന്നെ നവീൻ വന്നതുകൂടെ അത് പറയേണ്ട കാര്യമില്ല എന്നും പറയുമ്പോൾ അപ്പോൾ കോടതിയിലും അവൻ നല്ല പ്രകടനം നടത്തിയതുകൊണ്ട് ഞാൻ ആകെ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പം നവീൻ നല്ല പ്രകടനം കാഴ്ച വെക്കരുതെന്നായിരുന്നു നിൻ്റെ ആഗ്രഹം? അയ്യോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഏട്ടത്തി. എങ്കിലും ഇപ്പോൾ ഒരു കടപ്പാടായില്ലേ എന്ന് ചോദിക്കാം. ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണ്. നവീനെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് നയനയും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്തൊരു തീരുമാനമാണ് എടുക്കേണ്ടതെന്നും പറയാം. നവീന് നമുക്ക് പ്രിയപ്പെട്ട പയ്യൻ തന്നെയല്ലേ? അതിലുപരി രണ്ട് കുടുംബങ്ങളും തമ്മിൽ വല്ലാത്തൊരടുപ്പവും ഇല്ലെന്ന് നയന ചോദിച്ചേ. ഇവിടെ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതേ വിഷമം നേരിടുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ മൊത്തം ധർമ്മസങ്കടത്തിലായി അനി. ഞാൻ എൻ്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നന്ദു ആണെങ്കിൽ അത് ചെയ്യുന്നുമില്ല. ഇന്നാണെങ്കിൽ നന്ദുവിനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് അവൻ കോടതിയിലേക്ക് വന്നതെന്ന കാര്യം പറയാം. അപ്പം അനി നവീൻ വിളിച്ചപ്പോൾ നന്ദു വന്നില്ലേ എന്ന് ചോദിച്ചു. നവീൻ ഒരിക്കലും നന്ദുവിനെ തള്ളിക്കളയാൻ പറ്റില്ല അനി എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ നന്ദുവിനോട് വാശിയോടുകൂടിയല്ലേ അനി സംസാരിച്ചതെന്ന് ചോദിക്കാം. നവീൻ ഒരിക്കലും കോടതിയിൽ ആത്മാർത്ഥത കാണിക്കത്തില്ല എന്നും പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ അവസാനം ശരിക്കും എന്താ സംഭവിച്ചത്? നന്ദുവിന് നവീൻ ഇഷ്ടമാണ്, അനിയെപ്പോലെ തന്നെ. അപ്പോൾ അത് ഞെട്ടി എന്ന് വെച്ച് സ്വന്തം ജോലിയിൽ നവീൻ വെള്ളം ചേർക്കില്ല ഒരിക്കലും. പിന്നെ അനിയെ നന്ദുവിന് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നവീൻ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വന്നതുകൊണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എന്നും ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ബോൾഡാണെങ്കിലും അച്ഛനമ്മമാരുടെ മുന്നിൽ അവരത്ര തൻ്റെയുടെ ഒന്നും കാണിക്കാറില്ലെന്ന കാര്യവും പറയാട്ടോ നയന. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാനും നന്ദുവൊക്കെ അതൊരു പരിധിവരെ കേൾക്കുന്നവരാണ്. കാരണം തെറ്റായ തീരുമാനങ്ങളൊക്കെ അച്ഛൻ ഒരിക്കലും എടുക്കാറില്ല. അത് അവളെ നന്നായിട്ട് അലട്ടുന്നുണ്ടാവുമെന്ന കാര്യവും പറഞ്ഞു. നവീന് പഠിക്കുന്ന കാലം മുതലേ നന്ദുവിനെ ശരിക്കും ഇഷ്ടമാണ്. എങ്കിലും സീരിയസ് ആകുന്നത് ഈ അടുത്ത കാലത്താണെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അനിയെ പരിചയപ്പെടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവർ തമ്മിൽ പരിചയമുള്ളതാണെന്ന് നയന ചോദിച്ചു. അത് നവീൻ ഒരു പക്ഷേ അവൻ്റെ മനസ്സിലുള്ളത് നന്ദുവിൻ്റെ അരികിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നവീനെ തള്ളിക്കളയില്ലായിരുന്നു എന്ന കാര്യം പറയാം. കാരണം അന്ന് തൊട്ടേ നവീനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും മതിപ്പാണുള്ളത്. അങ്ങനെ അവർ തമ്മിലൊരു അടുപ്പമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനിടയിലേക്ക് കയറി ചെല്ലില്ലായിരുന്നല്ലോ എന്ന് അനി
ഇവിടെ അവരും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കാം. എന്ത് ചെയ്യുമെന്നോർത്ത് അനി ഇങ്ങനെ നിൽക്കുന്നു. അനി എന്തായാലും എൻ്റെ ആദർശേട്ടനെ പൂർണ്ണ സപ്പോർട്ട് അനിക്കുണ്ട്. അനി നന്ദുമായിട്ട് ഒന്നിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ തലവേദനകളും എനിക്കറിയാവുന്നതാണല്ലോ. അതൊക്കെ ഒഴിവാക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അതും പറഞ്ഞ് നമ്മുടെ നയനി അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ അനി ഭയങ്കര ധർമ്മസങ്കടത്തിൽ നിൽക്കുക. തോറ്റ് തുന്നം പാടി അച്ഛനും മോളും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അമ്മയോടെ വെയിറ്റ് ചെയ്തിരിക്കുക വിവരം അറിയാനായിട്ട്. എന്തായി? അപ്പോൾ കേസ് ജയിച്ചു എന്ന് വേണു. 3-ന് പകരം 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, അപ്പം നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറിയോ എന്നും ചോദിച്ചുകൊണ്ട് രേവതി തുള്ളിച്ചാടുവാ. അനാമിക ഇങ്ങനെ നിൽക്കും അവിടെ. അല്ല, എന്നിട്ട് ഇവരുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചേ. അതേ, 5 കോടി കിട്ടിയെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നീ സ്വപ്നം കണ്ടാൽ മതി എന്ന് വേണു അന്നേരം പറഞ്ഞു. എടി, കോടതിയിൽ വീണ്ടും നമ്മുടെ മോളെ നവീൻ വക്കീൽ പൊളിച്ചടുക്കി. അയ്യോ, 2 ആളെയും കോടതി 2 വഴിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അയ്യോ, അപ്പോൾ ബന്ധം പിരിഞ്ഞോ? അന്നേരം പിരിഞ്ഞു. കാലണ നഷ്ടപരിഹാരം കിട്ടാതെ എന്ന് അനാമിക പറയാം. തുള്ളിച്ചാടി അനാമിക എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനാമിക അങ്ങ് പോയി കഴിയുമ്പോൾ അയ്യോ എന്തൊക്കെയാ മനുഷ്യ ഇവിളി പറയുന്നതെന്ന് ചോദിച്ചു. സത്യമാ രേവതി, അവൻ്റെ തലയുണ്ടല്ലോ ആ വക്കീലിൻ്റെ, അതൊരു 1.5 തലയാ, നിനക്കറിയാവോന്ന് ചോദിച്ചു. അവൻ 4-5 പേരുടെ തലച്ചോറ് അവൻ്റെ തലയ്ക്കകത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് നടക്കുക. അതുകൊണ്ടാ നമ്മുടെ ഭാഗത്ത് നിൽക്കേണ്ടവർ പോലും മറുകണ്ഠം ചാടിയത്. അതാരാ അങ്ങനെ ചാടിയത്? കുളിക്കാത്ത നനയ്ക്കാത്ത ഒരുത്തനെ നമ്മുടെ മോള് പ്രേമിക്കുന്നില്ലേ? UK കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവൻ UK പോകും, പക്ഷേ കൂടെ നമ്മുടെ മോള് കാണത്തില്ല. ഈശ്വര, ഭീഷണിപ്പെടുത്തിയും പറഞ്ഞു മയക്കുകയും അവനെ കൊണ്ട് വക്കീലും മോൾക്കെതിരെ സാക്ഷി പറയിച്ചു. അങ്ങനെ ഒരുത്തനെയാണോ എൻ്റെ മോള് കയറി പ്രേമിച്ചത്? ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ രേവതി. ജോർജ് വക്കീലിന് കാശ് കൊടുത്തത് മാത്രം മിച്ചമായിപ്പോയി. അത് കടം വാങ്ങിയല്ലേ മനുഷ്യ കൊടുത്തത്. ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെ വീട്ടും എൻ്റെ മനുഷ്യാന്ന് ചോദിക്കുമ്പം എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രായ്ക്ക് രാമായണം ഇവിടുന്ന് കെട്ടണം. എങ്ങോട്ട്? വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം. ഉള്ള സ്വർണ്ണം എല്ലാം വിൽക്കാം. എന്നിട്ട് ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി വലിയ കാശുകാരാണെന്നും പറഞ്ഞ് വലിയൊരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ കുറേ നാൾ താമസിക്കാമെന്ന് വേണു. പുതിയ നാടാകുമ്പോഴേ പറ്റിക്കാനും എളുപ്പമാണെന്ന് പറഞ്ഞു. എത്ര നാളിങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും നടക്കും മനുഷ്യ എന്ന് രേവതി ചോദിച്ച നേരം. ഇവിടെ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ കേസ് കൊടുത്താലേ പോലീസ് നമ്മളെ തേടി എത്തത്തില്ലേന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ എൻ്റെ രേവതി എന്നും ചോദിച്ച് വേണു. ആ മൂർത്തിയുടെ മുന്നിൽ പോയി കരഞ്ഞ് കാല് പിടിച്ചെങ്കിൽ വല്ലതും കിട്ടിയാനായിരുന്നു. 10 ലക്ഷമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നും വേണു പറയാം. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായല്ലോ. ഇനി അങ്ങോട്ട് ചെന്നാലേ വീണ്ടും അയാളുടെ കരയി എൻ്റെ കാരണത്ത് വീഴും. ഞാൻ പോവില്ല. അതിനപ്പുറം ഒന്നും സംഭവിക്കാനും ഇല്ല. നന്ദുവിനെ നവീൻ വക്കീലിന് ഇഷ്ടമായതുകൊണ്ട് അവൻ ഈ ബന്ധം പിരിക്കില്ലെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കണക്ക് കൂട്ടി വെച്ചിരുന്നത്. പക്ഷേ അവനെ വാശി പിടിപ്പിക്കാതെ അവൻ പറഞ്ഞത് മര്യാദയ്ക്ക് കേട്ടാൽ മതിയായിരുന്നു. അവിടെ എൻ്റെ കണക്ക് കൂട്ടലുകൾ മൊത്തം തെറ്റിപ്പോയി എൻ്റെ രേവതി. ഇനിയിപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിലും നമ്മൾ ഇവിടുന്ന് മുങ്ങണം, അല്ലെങ്കിലേ കെട്ടി തൂങ്ങിച്ചാവണം. ഏതാ വേണ്ടത്? അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയും ഇല്ല എന്നും പറഞ്ഞ് വേണു അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. രേവതി വാഗവല്ലായ്മയിൽ ഇങ്ങനെ നിൽക്കാം. ഇതെല്ലാം കഴിഞ്ഞ് പുതിയ രംഗപ്രവേശനം നടത്തുവാണ് നമ്മുടെ പുതിയ ജലജ. പഴയ ജലജ പോയി, പുതിയ ജലജ വന്നു. അപ്പോൾ അമ്മ കയറി വന്നപ്പോഴത്തേക്കും മകൾ ഇറങ്ങി വന്നു. മോളെ അറിഞ്ഞു മോളെ, കോടതി 2-നെ 2 ആക്കി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയാ വരുന്നത്. അയ്യോ, അനിയും അനാമയ്ക്കും തമ്മിൽ നിയമപ്രകാരം പിരിഞ്ഞു എന്ന്. അത് കേട്ടപ്പോഴത്തേക്കും അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പം അതിന് അമ്മ എന്തിനാ സന്തോഷിക്കുന്നേ? അത് കൊള്ളാം. ഇനിയിപ്പം നിങ്ങളുടെ നിശ്ചയം നടത്താൻ നിയമപ്രകാരം ഒരു തടസ്സവും ഇല്ല എന്ന കാര്യം ജലജ പറയുക. എന്തായാലും നന്ദുവും നവീനും തമ്മിലുള്ള കല്യാണം നടക്കണം. അത് കഴിഞ്ഞാൽ നിനക്ക് നറുക്ക് വീഴും മോളെന്നും പറഞ്ഞതേ അമ്മ മോളെ കൊതിപ്പിക്കുക വീണ്ടും. അതിനു മുൻപ് നിന്റെ അനിയുടെയും നിശ്ചയം നടത്തി വെച്ചാ അത് നിന്റെ ഭാഗ്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതും. അപ്പോൾ അത് നടക്കും അമ്മേ എന്ന് അവന്തിക. നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നിന്റെ മുത്തശ്ശനോട് തന്നെ ചോദിക്കാം, നീ വാ എന്നും പറഞ്ഞ് അമ്മ മോളെയും കൂട്ടിക്കൊണ്ട് കയറി പോവുകയാണ്. മുത്തശ്ശൻ അന്നേരം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, മുത്തശ്ശിയും തൊട്ടരികിൽ ഇരിക്കുന്നു. അപ്പോഴാണ് കഥ അറിയാൻ വേണ്ടി അമ്മയും മോളും കൂടി വരുന്നത്, നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടേ. അങ്ങനെ അമ്മയും മോളും കൂടെ കയറി വന്നു. അച്ഛാ, എനിക്ക് ഡിവോഴ്സ് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ അനിയും അവന്തികയും ഒന്നിക്കാൻ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു വന്നിക്കാം.
അപ്പോൾ ആര് പറഞ്ഞു തടസ്സങ്ങളില്ലെന്ന്? അനി തന്നെയാണ് പ്രധാന തടസ്സമെന്ന് മുത്തശ്ശി പറയാം. അപ്പോൾ അമ്മയും മോളും കൂടി ഇങ്ങനെ നോക്കുക. രണ്ടിനെയും കണ്ടം വഴി ഓടിക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി. അതെ, കൊച്ചുമക്കൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്നും ആരുടെയും പക്ഷം പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞത് 100% സത്യമാണ്. അവൻ്റെ സമ്മതമില്ലാതെയാണ് അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചതും. പക്ഷേ ഇതവൻ്റെ ലൈഫിൻ്റെ കാര്യമാണ്. അവിടെ അവന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ തറപ്പിച്ചങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര സങ്കടം. അവന്തിക ഇങ്ങനെ ജലജയെ നോക്കുക. മോളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പം അനിയേട്ടനെ മുത്തശ്ശനും മുത്തശ്ശിയും സപ്പോർട്ട് ചെയ്യുമ്പം ഒരു കാര്യം ഓർക്കണം. ആദ്യം ഒരാളുടെ മുന്നിൽ ഞാൻ വേഷം കെട്ടി നിന്നു, ആ നവീൻ വക്കീലിൻ്റെ. എന്നിട്ട് ആ ബന്ധവും അത് നടന്നില്ല. അതിന് ശേഷമാണ് അനിയേട്ടന് ഞാനും തമ്മിലുള്ള നിശ്ചയം നടക്കാൻ പോയത്. അവിടെയും കല്യാണപ്പെണ്ണിനെ പോലെയാണ് ഞാൻ വേഷം കെട്ടി നിന്നത്. അപ്പോൾ കൊച്ചുമക്കൾക്കെല്ലാം ഒരു നീതിയല്ലേ വേണ്ടതച്ചാ എന്ന് ജലജ ചോദിക്കുമ്പം അതെ, എനിക്കിഷ്ടമല്ലാതെ അവനോട് മോളെ കെട്ടാൻ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് നിൽക്കുക ജലജ. അപ്പം നേരത്തെ ഇഷ്ടമല്ലായിരുന്നല്ലേ മുത്തശ്ശ, എന്നിട്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ അനിയേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ എവിടെ സമ്മതിച്ചു? ആര് പറഞ്ഞു അവൻ സമ്മതിച്ചു എന്ന്? അവസാന നിമിഷം വരെ അവൻ എതിർക്കുകയല്ലായിരുന്നു എന്ന് മുത്തശ്ശി ചോദിച്ചു. അതുമാത്രമല്ല മോൾക്ക് തന്നെ അറിയാമല്ലോ അനി വളർന്നത്. അനി പറഞ്ഞത് അവൻ്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളെന്നാണ്. അത് നന്ദു ആണെന്ന് അവൻ വ്യക്തമായി പറയുകയും ചെയ്തു. നന്ദു നവീനെ കല്യാണം കഴിക്കാൻ പോവുമല്ലേ എന്ന് ചോദിച്ചു ജലജ. ഇപ്പം അനിക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തതും നവീൻ തന്നെയല്ലേന്നും അങ്ങനെയുള്ളപ്പോൾ അവനെ എനിക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവനെ എനിക്ക് മാത്രമല്ല നമുക്ക് ആർക്കും ചീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും അതിനി എന്തായി തീരുമെന്ന് നോക്കട്ടെ എന്നും പറയാം. അപ്പോൾ നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ പിന്നെ ഒരു പക്ഷേ മോളുടെ ആഗ്രഹം നടന്നേക്കും എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ ഒരു ചെറിയ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു ജലജ. നന്ദു ആണല്ലോ ഇപ്പം അനിയുടെ മനസ്സിൽ. നന്ദു നവീൻ്റെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കും എന്ന കാര്യം മുത്തശ്ശി പറയുന്നു. അപ്പോൾ അമ്മയ്ക്ക് മുഖം ചിര പ്രതീക്ഷ. എന്തായാലും അവനൊരു ജീവിതം വേണം, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മുത്തശ്ശൻ. അച്ഛാ, ഞാൻ ആകെ തളർന്നാകട്ടോ നടക്കുന്നതെന്ന് ജലജ. എൻ്റെ മോനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ അച്ഛൻ്റെ പിന്നാലെയാണ് ഇപ്പം നടക്കുന്നത്. അയാളെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വെറുതെ പറയുന്നതാണെന്നൊക്കെ ജലജ ഇങ്ങനെ അമ്മയോടും അച്ഛനോടും പറയണു. അതിൻ്റെ മനപ്രയാസമായിട്ട് നിൽക്കുമ്പോഴാണ് മോളുടെ കാര്യം എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാലേ ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ അന്യരെ പോലെ നിൽക്കുന്നതെന്നൊക്കെ ജലജ. അപ്പോൾ അത് നിൻ്റെ തോന്നൽ മാത്രമാണ് ജലജ. അനി മോളെ കല്യാണം കഴിച്ചില്ലെങ്കിലും മോൾക്ക് നല്ലൊരു ബന്ധം ഞങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യം മുത്തശ്ശൻ പറയുന്നേ. എന്ന് പറഞ്ഞ് നിൽക്കുക അവന്തിക. രാജകീയമായി തന്നെ മോളുടെ കല്യാണവും ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എനിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയും വിട്ട് പോകാൻ പറ്റില്ല മുത്തശ്ശ എന്ന് അവന്തികയുടെ ഭാഗം ഒരു ഡയലോഗ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, നിന്നെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് അനി പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആർക്കെങ്കിലും അവനോട് നിന്നെ വിവാഹം കഴിക്കാൻ പറയാൻ പറ്റുമോ? അതൊക്കെ മോളെ ഒഴിവാക്കാൻ ഉള്ള ഒരു അടവ എൻ്റെ അച്ഛന്ന് ജലജയുടെ വക. നവീനും നന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മോൾക്ക് അനിയെ കിട്ടിയേ പറ്റുമെന്നായി പിന്നെ ജലജ. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു മുടി പോലും മുറിച്ചതെന്നൊക്കെ ഇങ്ങനെ ഈ ജലജ പറയുവാണ്. എൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എൻ്റെ മോളും അനിയും തമ്മിലുള്ള കല്യാണം നടക്കണം. അതുപോലെ തന്നെ ആ നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ നശിച്ചില്ലാണ്ടാകണമെന്നും ജലജ അവിടെ നിന്ന് ഇങ്ങനെ ശപിച്ച് സംസാരിക്കും. ഇതൊക്കെ ആയിട്ട് മുത്തശ്ശനിങ്ങനെ നിൽക്കുക. അത് നടന്നു കഴിഞ്ഞാലേ അമ്മയ്ക്കും അച്ഛനും പഴയ ജലജയെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ കിടന്ന് തുള്ളു അവിടെ കിടന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവർ പഠിക്കുകയില്ല. രണ്ടാമത് പറഞ്ഞത് ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് നമ്മുടെ മുത്തശ്ശൻ. പക്ഷേ ആദ്യം പറഞ്ഞത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയുടെ അടുത്തേക്ക് എന്നിട്ട് ജലജ, എടി അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു എന്ന് പറഞ്ഞ് തുള്ളി ചാടി ചെല്ലുക. പിന്നെ അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണം നടത്താൻ നിനക്കൊന്ന് പറഞ്ഞാലെന്താ എന്നും ചോദിച്ചോണ്ടാട്ടോ നയനയുടെ അടുത്തേക്ക് ചുമ്മാ വഴക്കുമായിട്ട് ചെല്ലുന്നത്. എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം കല്യാണത്തിനോട് ഒരു താല്പര്യവും ഇല്ല, എന്നിട്ട് ഒരുമാതിരി ഇരട്ടത്താപ്പ് കാണിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നയന എഴുന്നേറ്റിട്ട്, എന്തിനാ അപ്പച്ചി എന്നോട് ഇങ്ങനെ ചൂടാക്കുന്നേ? അപ്പം നിന്നോട് മാത്രമല്ല നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചൂടാകുമെന്ന് ജലജ. നിൻ്റെ അച്ഛനോടും അമ്മയോടും നോക്കിക്കോ, നിനക്കല്ല അവർക്കാ ഇരട്ടത്താപ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പറയണു. ഇങ്ങോട്ട് നിൻ്റെ അനിയത്തെ പറഞ്ഞു വിടുന്നത് ഇഷ്ടമല്ലെന്ന് പറയുകയും ചെയ്യും, അനിയെ വിളിച്ചു വരുത്തി സൽക്കരിക്കുകയും ചെയ്യും. ആരാ അനിയെ വിളിച്ച് സൽക്കരിച്ചത്? അപ്പച്ചി കണ്ടായിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ ആരാന്നോ? അപ്പം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അനി അവളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നേ? അത് അവനോട് പോയി ചോദിക്കും നിങ്ങളെന്ന് പറഞ്ഞു. എടി,
എൻ്റെ മോളും അനിയും തമ്മിലുള്ള കല്യാണത്തെ നീയൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്യും, അനിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, നിൻ്റെ അനിയത്തിയെ കെട്ടാൻ വേണ്ടിയിട്ട്. അതിന് അപ്പച്ചി അല്ല ഞാൻ കേട്ടോ എന്ന് പറഞ്ഞു നയന. അപ്പോഴത്തേക്കും അവന്തിക അങ്ങോട്ടേക്ക് വരിക. ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുക. അവന്തികെ, നിൻ്റെ അമ്മയോടെ നാവ് നിയന്ത്രിക്കാൻ പറയണം. നിൻ്റെ അനിയുടെയും നിശ്ചയത്തിൻ്റെ അന്ന് എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ പറയാൻ പാടില്ലാത്തതൊക്കെ നിൻ്റെ അമ്മ പറഞ്ഞതാ. അതിനൊക്കെ അന്ന് ഞാൻ കൃത്യമായ മറുപടിയും കൊടുത്തതാ. അന്ന് തന്ന മറുപടി എന്തായിരുന്നടി? അനി നന്ദുവിനെ വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊപ്പം നിൽക്കുന്നില്ലടി നീ പറഞ്ഞത്. അപ്പം അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതേ അപ്പച്ചി തന്നെയല്ലേ എന്ന് നയനി അന്നേരം ചോദിച്ചു. അപ്പോൾ അവന്തിക്ക് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അവന്തിക്ക് നോക്ക്, നിന്നെ അതിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാനും ആദർശേട്ടനും മുന്നിൽ നിന്ന് അത് നടത്തി തരും. പക്ഷേ ഇവിടെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് അവൻ പറയുന്നത്, അത് പരസ്യമായിട്ട് അവൻ പറയുന്നത് എന്നും, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ പ്രഷർ ചെലുത്തിയിട്ട് കാര്യമില്ല എന്നും നയന പറയാം. അവന്തിക്ക് ആകെ വിഷമിച്ച് നിൽക്കാം. എന്നാൽ പ്രഷർ ചെലുത്തിട്ട് നിൻ്റെ അനിയത്തിയെ കെട്ടാനായിട്ട് എന്ന് ജലജ. നയനയ്ക്ക് ദേഷ്യം വന്നു. അതിനെ പ്രഷർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവന് നന്ദുവിന് ഇഷ്ടമാണെന്ന് അവനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവളെ വേറെ ഒരുത്തൻ ആലോചിച്ചല്ലോ, ഒരു കുടുംബത്തിലുള്ള ചെറുക്കൻ, അവൻ്റെ ഭാര്യയാകാൻ പോലും അവൾക്ക് യോഗ്യത ഇല്ലല്ലോടി. പിന്നെ എന്നിട്ട് എന്താടി ആ കല്യാണം നീയൊക്കെ നടത്തി കൊടുക്കാത്തെ? എൻ്റെ ജോലി അല്ല അത്. ഞാൻ ആരുടെയും ബ്രോക്കർ പണി ഏറ്റെടുത്തിട്ടുമില്ല. അന്നേരം മോളെ, ഇവളെ ഒന്നും കണ്ണും അടച്ച് വിശ്വസിച്ചേക്കരുത് കേട്ടോ. ഇവളും ഇവളുടെ ചേച്ചിയൊക്കെ എങ്ങനെ ഈ വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് നിനക്ക് അറിയാമല്ലോ. എന്നിട്ട് ഒരുത്തി വേറൊരു ദുഷ്ടൻ്റെ ജ്വല്ലറിയിൽ പരസ്യ മോഡലായിട്ട് പോവാന്നും പറഞ്ഞ് ജലജ. ഈ പറഞ്ഞ ആളെക്കാളും പ്രശ്നക്കാരിയാണ് അപ്പച്ചി. കഥകൾ കുറേയൊക്കെ എനിക്കും അറിയാൻ കേട്ടോ എന്ന് നയന പറഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചിയുടെ കണ്ണിങ്ങനെ തുറിച്ചു വന്നു. എന്ത് കഥകളാടി? അറിയാവുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് നയന അന്നേരം പറഞ്ഞു. അപ്പച്ചിക്ക് 2 അല്ല 3 മക്കളെന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അയ്യോ, ജലജ തെണ്ടി കുത്തുവാളെടുത്ത് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ ജലജയെ പറ്റിയുള്ള ആ ഒരു വലിയ ഇതിങ്ങനെ അനന്തപുരിയെ ഇളക്കി മറിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.